അടുത്തതായി ആശംസകൾ. ശ്രീ ഷാജു എം.ആർ, ഇരിഞ്ഞാലക്കുട മുനിസിപ്പൽ കൗൺസിലർ, 11ാം വാർഡ് പ്രതിനിധി, സർവകലാശാലയുടെ വെൽവിഷർ, നമ്മുടെ പ്രിയപ്പെട്ട ജാഫർ സാറിന്റെ പ്രിയ സുഹൃത്ത്, രാഷ്ട്രീയ പ്രതിയോഗികൾക്ക് വരെ ജനസമ്മതനായ നേതാവായി മാറിക്കൊണ്ടിരിക്കുന്ന ഇരിഞ്ഞാലക്കുടയിലെ യുവ നേതാവ്, ഏത് സാമൂഹിക സാംസ്കാരിക വേദികളിലും ജനനന്മയുടെ കാര്യത്തിലും മുൻപന്തിയിൽ നിൽക്കുന്ന ജാതിമത രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്ന് ജനങ്ങളെ തിരിച്ചറിയുന്ന യുവ നേതാവായ ബഹുമാനപ്പെട്ട ഷാജി എം.ആറിനെ സർവകലാശാലയുടെ സർഗോത്സവ വേദിയിലേക്ക് ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട സർവകലാശാലയുടെ സകല കലോത്സവത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള എന്റെ പ്രിയപ്പെട്ടവരെ, വേദിയിലിരിക്കുന്ന നമ്മുടെ വിശിഷ്ട അതിഥികൾ, എന്റെ സുഹൃത്തും അതുപോലെ തന്നെ ഇരിങ്ങാലക്കുടയില് ഒട്ടനവധി കാരുണ്യ പ്രവർത്തികളിലൊക്കെ നേതൃത്വം വഹിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട ഇതിന്റെ ചീഫ് അഡ്മിൻ CPS ജാഫർ, കേരളത്തിലെ ഏറ്റവും വലിയ കലാലയം ക്രൈസ്റ്റ് കോളേജിന്റെ മാനേജറായി പ്രവർത്തിക്കുന്ന ക്രൈസ്റ്റ് കോളേജിന്റെ മുൻ വൈസ് പ്രിൻസിപ്പൽ എന്റെ പ്രിയപ്പെട്ട ജോയച്ചൻ, അതുപോലെ തന്നെ നഗരസഭ എന്റെ സഹപ്രവർത്തക, നഗരസഭയുടെ പ്രിയപ്പെട്ട ചെയർപേഴ്സൺ, അദ്ദേഹം നമുക്കറിയാം കഴിഞ്ഞ മാസം കാലൊടിഞ്ഞ് വളരെ അവശ നിലയിലായിരുന്നു. ഇപ്പോഴും കാലുമേലത്തെ നീര് പറ്റിയിട്ടില്ല. പക്ഷെ എങ്കിലും പൊതുപ്രവർത്തന രംഗത്ത് ഇപ്പോഴും വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ചെയർപേഴ്സൺ പരിപാടികളിൽ പങ്കെടുക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ ഒരു അത്യാവശ്യ കാര്യത്തിന് പോകേണ്ടുള്ളത് കൊണ്ടാണ് പ്രോട്ടോകോൾ ലംഘിച്ച് നേരത്തെ ഞാനിവിടെ സംസാരിക്കുന്നത്. പ്രിയപ്പെട്ട ചെയർപേഴ്സൺ, അതുപോലെ തന്നെ നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട സംസ്ഥാന സർക്കാരിന്റെ നല്ല തഹസിൽദാർക്കുള്ള അവാർഡ് കരസ്ഥമാക്കിയ പ്രിയപ്പെട്ട നമ്മുടെ തഹസിൽദാർ സിമി സാഹു, നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ മാനേജർ ബ്രദർ ഗിൽബർട്ട്, വേദിയിലെയും സദസ്സിലെയും എന്റെ പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട എന്റെ അപ്പച്ചന്മാരെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇന്ന് ലോക മാതൃദിനമാണ്. ഈ ലോക മാതൃക ദിനത്തിൽ ഇവിടെ അമ്മമാര് വന്ന് വളരെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെച്ചു. നമുക്ക് എല്ലാവർക്കും ഈ മാതൃദിനത്തിന്റെ ആശംസകൾ നമ്മുടെ അമ്മച്ചിമാർക്ക് നേരാം. വലിയൊരു കയ്യടിയോടെ നമുക്കവരെ ഈ അവസരത്തിൽ ഓർക്കാം. ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. രണ്ടാമത്തെ ഒരു ചടങ്ങിലാണ്, അല്ലെങ്കിൽ വാർഷിക ആഘോഷത്തിലാണ് ഞാൻ പങ്കെടുക്കുന്നത്. ഇതിനു മുൻപ് കയ്പമംഗലത്ത് വെച്ച് നടന്ന ഒരു പരിപാടിയിലും ഈ സർവകലാശാലയുടെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിച്ചു. വളരെയേറെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു സംഘടന. നമുക്കറിയാം, കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ 10 പേരൊരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ 15 അഭിപ്രായം പറഞ്ഞ് തമ്മിൽ തല്ലി പിരിയുന്നൊരു കാലഘട്ടത്തിൽ കേരളത്തിലെ വിവിധ ഭാഷാ ശൈലികൾ ഉൾക്കൊള്ളുന്ന 14 സംസ്ഥാനങ്ങളിൽ നിന്നായി വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുഷ്ഠിക്കുന്നവർ ഒരു ഗ്രൂപ്പിന്റെ കൂട്ടായ്മയിൽ പങ്കെടുത്ത്, ഞാൻ മനസ്സിലാക്കുന്നത് രാത്രി 8 മണിക്ക് എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് ഒരു പ്രയർ, അത് അവരവന്റേതായിട്ടുള്ള രീതിയിലുള്ള പ്രയർ നടത്തുകയും അതുപോലെ തന്നെ അവരവരുടെ സുഖ ദുഃഖങ്ങൾ പങ്കുവെച്ചുകൊണ്ട് എല്ലാവർക്കും മാതൃകയായി പ്രവർത്തിക്കുന്ന ഒരു ചാരിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തി വരുന്ന ഒരു സംഘടനയാണ് സർവകലാശാല. ഞാനിപ്പോ എന്നാണ് മനസ്സിലാക്കിയത് സർവകലാശാലയ്ക്ക് തീം സോങ് കൂടി ഉണ്ടെന്നുള്ളത് എന്നാണ് മനസ്സിലാക്കിയത്. NSSനെയൊക്കെ പ്രാർത്ഥനാ ഗീതമുള്ളതുപോലെ നിങ്ങൾക്കും അങ്ങനെയുണ്ട്. അപ്പൊ ഇതൊരു വലിയൊരു സംഘടനയാണ്. ഞാൻ ഈ അവസരത്തിൽ എന്റെ പ്രിയപ്പെട്ട ബാല്യ സുഹൃത്ത് ശ്രീ ഷക്കീർ ഹുസൈനെ കുറിച്ച് പറയാതെ പോയാൽ വളരെയേറെ വേദനയുണ്ടാകും. ഷക്കീറും ഞാനും ഒരുമിച്ച് ഒരേ ക്ലാസ്സില് ഒരേ ഇതില് പഠിച്ചു വളർന്നവരാണ്. കളിച്ച് മറ്റേ അരിസ്കായ കളിച്ച് തല്ലുകൂടിയൊക്കെ ഞങ്ങൾ ഒരുപാട് അനുഭവങ്ങളുള്ള വ്യക്തികളാണ്. ഇന്ന് സക്കീർ എന്റെ സാറേന്ന് വെച്ചപ്പോ എനിക്കത് വലിയൊരു അകലം തോന്നി. ദയവ് ചെയ്ത് ഞാൻ അങ്ങനെ വിളിക്കരുത്. ഇപ്പോ അദ്ദേഹം ഇവിടുന്ന് മാറിയെങ്കിൽ ഞങ്ങൾ അത്ര വളരെയേറെ സ്നേഹം പങ്കിട്ട ഒരു സുഹൃത്താണ്. അതുപോലെ തന്നെ ജാഫറിനെ കുറിച്ച് ഞാൻ പറയാൻ വാക്കില്ല. എനിക്ക് എന്റെ ഏറ്റവും ദുരിതകാലത്തൊക്കെ നമ്മളോടൊപ്പം നിന്നിട്ടുള്ള വ്യക്തിയാണ്. ഇവിടെയുള്ള മഹത് വ്യക്തികളെല്ലാവരെയും കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് നേരെ പറയാനുണ്ട്. നേരത്തെ നമ്മുടെ തഹസിൽദാർ പറഞ്ഞു 12 മണിക്ക് വന്ന്. ജോയച്ചനാണെങ്കിൽ ഇന്ന് തിരക്കിട്ട പരിപാടികളാണ്, നിങ്ങൾക്കറിയാം.
ഒരു കേരളത്തിലെ ഏറ്റവും വലിയൊരു കലാശാലയാണ്, ഒരു ആർട്സ് കോളേജാണ് ക്രൈസ്റ്റ് കോളേജ്. ഇരിങ്ങാലക്കുടയുടെ അഭിമാനമാണ് ആ സ്ഥാപനം. ആ സ്ഥാപനത്തിനെ കൊണ്ട് നയിക്കുന്ന ജോയച്ചൻ, ഞങ്ങളെല്ലാവരും മാവച്ചൻ എന്ന് വിളിക്കുന്ന ജോയച്ചനൊക്കെ ഒരുപാട് പരിപാടികളുണ്ട്. ഈ കൂട്ടായ്മയിൽ പങ്കെടുപ്പിക്കാൻ കാണിച്ച നിങ്ങളുടെ സ്നേഹത്തിനും സഹായത്തിനും ഒക്കെ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ സകല കലാശാലയുടെ സകല കലോത്സവത്തിന് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.